വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ജീവിതയാത്രയിൽ അനേക നിലവാരത്തിലുള്ള പരിശോധനകൾ കടന്നു വരാമെങ്കിലും നാം അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ജയിക്കുവാൻ നമുക്ക് ഇടവരുന്നത്. പ്രശ്നമില്ലാത്ത ജീവിതം ഒരിക്കലും ഒരുവനെ ജയാളിയാക്കി തീർക്കുന്നില്ല. മാത്രമല്ല, ബൈബിൾ പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന അനേകർ പരിശോധനകളിലൂടെ കടന്നു പോകുന്നതിന് ഇടവരുന്നു. എങ്കിലും അതിനെ എതിർത്ത് നിൽക്കുകയും ജയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളുടെ നടുവിലും ജയം പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷകൾ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയിലൂടെ അവൻ നീക്കുപോക്കുകളും ഉണ്ടാക്കും. ഇങ്ങനെ ഞാനൊരു ഇംഗ്ലീഷ് കൊട്ടേഷൻ വായിച്ചതായി ഓർക്കുന്നു. എ സ്മൂത്ത് സീ നെവർ മെയ്ഡ് എ സ്കിൽഫുൾ സെയിലർ. പ്രശ്നമില്ലാത്ത ഒരു കടൽ ഒരിക്കലും നല്ല പരിചയസമ്പന്നനായ ഒരു കപ്പിത്താനെ മെനയുന്നില്ല. അല്ലെങ്കിൽ പ്രശ്നമില്ലാത്ത ജീവിതം ഒരിക്കലും ഒരു മനുഷ്യനെ ജയാളി ആക്കുന്നില്ല. നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, പരീക്ഷയില്ലാത്ത ഒരു കുട്ടിക്ക് പ്രമോഷൻ ലഭിക്കുന്നില്ല. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഒന്ന്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷകൾ നമുക്ക് ദൈവം അനുവദിക്കത്തില്ല. വ്യക്തമായി ദൈവവചനത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ദൈവം വിശ്വസ്തനാണ്. മാത്രമല്ല, നമ്മളുടെ കഴിവുകൾ അളന്ന് മാത്രമേ പരീക്ഷകളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിത്തരികയുള്ളൂ. ഓരോരുത്തരും എടുക്കാവുന്ന കുരിശുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മാത്രമേ ദൈവം അറിഞ്ഞുകൊണ്ട് ഒരുവൻ്റെ മേൽ ഏൽപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒന്നാമതായി നാം വ്യക്തതയോടുകൂടി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, ദൈവം വിശ്വസ്തൻ എന്ന് നാം തിരിച്ചറിയണം. മാത്രമല്ല, ദൈവവചനം പഠിക്കുമ്പോൾ പ്രധാനമായി ഇസ്രയേലിൻ്റെ ചരിത്രം നാം നോക്കുകയാണെങ്കിൽ, എപ്പോഴൊക്കെ ദൈവാശ്രയത്തോടുകൂടി ഇസ്രയേൽ മക്കൾ ദൈവത്തോട് ചേർന്ന് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയം വെച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ അവർ പരിശോധനകളുടെ നടുവിലും കഷ്ടങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും അവർ ജയാളികളായി തീർന്നിട്ടുണ്ട്. എന്നാൽ എപ്പോഴൊക്കെ ദൈവിക ചിന്ത വിട്ട് ലോകമോഹത്തിനടിമകളായി അവരുടെ ദൃഷ്ടി ലോകത്തിലേക്ക് പതിപ്പിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം അവർ പരാജിതരാകുകയും ലോകത്തിൻ്റെതാകുന്ന ഗതിവിഗതികളും സാഹചര്യങ്ങളും അവരെ തോൽപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിലെല്ലാം ഉപരിയായി നാം മനസ്സിലാക്കേണ്ടുന്നത്, എപ്പോഴൊക്കെ അവർ ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയോ അപ്പോഴൊക്കെ അവർ അടിമത്തത്തിൽ പോവുകയും അവർ പ്രവാസികളായിപ്പോയി മറ്റ് ജാതിക രാജാക്കന്മാരാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിലും വിശ്വാസത്തിലും അതുപോലെ തന്നെ ദൈവഭക്തിയിലും എപ്പോഴെങ്കിലും നാം കുറയുന്നവരായി തീരുന്നെങ്കിൽ, പരാജയം നമ്മളെ അലട്ടുകയും ദൈവത്തിങ്കൽ നിന്ന് ശത്രു നമ്മളെ വലിച്ചിഴച്ച് പരിശോധനയുടെ നടുവിലേക്ക് തള്ളിയിടുകയും ചെയ്യും എന്ന് നാം മറന്നു പോകരുത്. രണ്ടാമതായി ഞാനിവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, പരിശോധനയെ നാം ജയിക്കണമെങ്കിൽ പാപത്തോട് നാം അകന്നു നിൽക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ദൈവത്തിൽ അധികമായി ആശ്രയം വയ്ക്കണം. പാപത്തോട് നാം പോരാടി ജയിക്കേണ്ടതാണ്. കാരണം പാപം നമ്മുടെ വാതുക്കൽ നിൽക്കുന്നു. അതിൻ്റെ ആഗ്രഹം നമ്മോടാണ്.
അതുകൊണ്ട് പാപത്തോട് പോരാടി ജയിക്കുവാൻ ഓരോ ദിവസവും നാം പ്രയത്നിക്കുകയും അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഏത് പരിശോധനയും എതിർത്ത് നിൽക്കുവാൻ കഴിയണമെങ്കിൽ നാം ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോശുവയോട് കൽപ്പിക്കുന്നത്, നീ നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. അതേ, ജീവിതയാത്രയിൽ പ്രതിസന്ധികളില്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ നല്ല ഉറപ്പും ധൈര്യവുമായിരിക്കാൻ യോശുവയോട് ദൈവവചനം അനുശാസിക്കത്തില്ല. എന്നാൽ ജീവിതത്തിൻ്റെ ഏതൊക്കെ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും അത് ഭൗതിക ലോകത്തിലാകട്ടെ ആത്മീക ലോകത്തിലാകട്ടെ എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികളെ നാം അഭിമുഖീകരിക്കേണ്ടതായി വരും. എന്നാൽ നല്ല ഉറപ്പും ധൈര്യവുമായിട്ടായിരിക്കുന്നുവെങ്കിൽ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, ഇന്ന് കണ്ട മിസ്രയീമിനെ കാണാതെ വണ്ണം ദൈവം ജയത്തിൻ്റെ വാതിലുകളിലൂടെ നമ്മെ നയിപ്പാനിടയായിത്തീരും. പിന്നെയും ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നല്ല ബലവും ധൈര്യവുമുള്ളവനായിരിക്കുക, അവരെ നീ പേടിക്കരുത്, ദൈവം നിന്നോട് കൂടെയുണ്ട്. അതെ, ജീവിതത്തിൻ്റെ മുമ്പിൽ അനേക പ്രതിസന്ധികൾ, പരിശോധനകൾ, ചോദ്യചിഹ്നങ്ങൾ, ഒരുപക്ഷെ വീഴിച്ചു കളയുവാൻ തക്കവണ്ണമുള്ള പരിശോധനകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വന്നു എന്ന് വന്നേക്കാം. എന്നാൽ ദൈവവചനം ഇങ്ങനെ വ്യക്തമായി നിർദ്ദേശിക്കുന്നു, നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി ഇരിക്കുക. പിന്നെയും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, പരിശോധനകളെ ജയിക്കുവാനുള്ള ശക്തി ദൈവം നൽകിത്തരും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ പരിശോധനകൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനം തകർന്നതുപോലെ, നാം ക്ഷീണിതരായി തീരുന്നത് പോലെ പ്രതിസന്ധികൾ നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ ഒന്ന് വ്യക്തമായി നമുക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ധൈര്യമുണ്ടാകേണ്ടിയിരിക്കുന്നു. എന്താ? ദൈവത്തിന് ഞാൻ കീഴടങ്ങിയിരിക്കും. മാത്രമല്ല, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ വ്യക്തമായി നാം വിശ്വസിച്ചുറപ്പുള്ളവരായി തീരണം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരിശോധനയും അവസാനത്തെ തുള്ളി രക്തം വരെയും എനിക്ക് വേണ്ടി ഒഴുക്കിയ ദൈവം എനിക്ക് നൽകിത്തരത്തില്ല. കാരണം എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പാട്ടുകാരൻ പാടുന്നത് പോലെ, മാറുകില്ല അവൻ എന്നെ വിളിച്ചതിനാൽ, കൈവിടുകില്ല അവന് ഒരു നാളിലും. അതേ, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിലൂടെ ഒരുപക്ഷെ ഞാനും നിങ്ങളും കടന്നു പോകുന്നുണ്ടാകാം. വലിയ പരിശോധനകൾ നമ്മുടെ മുമ്പിൽ അഭിമുഖീകരിക്കുന്നുണ്ടാകാം. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, മാറുകില്ല അവൻ എന്നെ വിളിച്ചതിനാൽ, കൈവിടുകില്ല അവൻ ഒരു നാളിലും. ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, ദൈവം വിശ്വസ്തൻ. നമുക്ക് കടന്നു കയറുവാൻ അല്ലെങ്കിൽ ജയിച്ചു കയറുവാൻ കഴിയാത്ത ഒരു പരിശോധനയും ദൈവം നമുക്ക് തരത്തില്ല. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവശക്തിയിൽ ആശ്രയിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങൾ നിറഞ്ഞൊരു ലോകത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ അനുകൂലത്തിൻ്റെ വഴികളെ ഒരുക്കി ഞങ്ങളെ നടത്തുവാൻ കഴിവുള്ള സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ഏൽപ്പിക്കുന്നു. സ്വർഗമേ, ആവശ്യമുള്ള എല്ലാ വിടുതലുകളും നീക്കുപോക്കുകളും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പകരണം. യേശുവിൻ്റെ നാമത്തിൽ നിരാശപ്പെടുത്തുകയും തകർത്തുകളെയും ചെയ്യുന്ന എല്ലാ പോരുകളെയും ശാസിക്കുന്നു. സ്വർഗം ബലപ്പെടുത്തണം, ദൈവശക്തി കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.